അപ്പോൾ നോക്കി ഈ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സുൽത്താനേറ്റ്സ് അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ്സിൻ്റെ ലാസ്റ്റ് സെഷനാണ്. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള LSTSൻ്റെ മെയിൻസിനകത്ത് മുഗൾസ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മെഡീവൽ ഇന്ത്യ എന്നൊരു സെക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പുതിയ സിലബസിനകത്തും ആ മെഡീവലിൻ്റെ എന്നൊരു സെക്ഷൻ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സും കൊണ്ട് മെഡീവലിൻ്റെ സെക്ഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പം മുഗൾസ് ഒരു സെക്ഷൻ ഞാൻ എടുക്കുന്നില്ല. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ മുഗൾസിൻ്റെ കേസിൽ നോക്കുക. നമുക്ക് ഈ സയ്യിദ് ഡൈനാസ്റ്റി ലോധി ഡൈനാസ്റ്റിയോടെ തീർത്തിട്ട് നമ്മുടെ ഈ മെഡീവൽ എന്നൊരു സെക്ഷൻ ഞാൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കി നമ്മൾ പറഞ്ഞു ഇനിയുള്ളത് സയ്യിദ് ഡൈനാസ്റ്റിയും ലോധി ഡൈനാസ്റ്റിയും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി ഈ സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? കിസിർ ഖാൻ ആണ്. സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറിൻ്റെ പേരാണെന്ത്? കിസിർ ഖാൻ എന്ന് ഓർത്തിരിക്കുക. ഇവരെന്ന് പറയുമ്പോഴത്തേക്കിന് പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഡിസെൻഡൻ്റ് ആണെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ പ്രവാചക പരമ്പരയിൽ പെടുന്ന ഡൈനാസ്റ്റി എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ഡൽഹി സുൽത്താനേറ്റ്സ് ആണ് ആര്? നമ്മുടെ സയ്യിദ് ഡൈനാസ്റ്റി. തെറ്റിക്കരുത്. പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ അല്ലെങ്കിൽ പ്രവാചക പരമ്പരയിലുള്ളതാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഡിസെൻഡൻ്റ് ആണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്വയം ക്ലെയിം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡൽഹി സുൽത്താനേറ്റ് ആയിരുന്നു എന്ത്? സയ്യിദ് ഡൈനാസ്റ്റി. ആരാണ് ഫൗണ്ടർ? കിസിർ ഖാൻ ആണ് എന്ത്? നമ്മുടെ സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ഒരിക്കൽ പോലും ഇതുണ്ട് ഈ കിസിർ ഖാൻ എന്ന് പറയുമ്പോൾ ഒരിക്കൽ പോലും പുള്ളി സ്വയം സുൽത്താനാണെന്ന് വിശേഷിപ്പിക്കാത്ത ഒരാളാണ് ആര്? കിസിർ ഖാൻ. ഒരിക്കൽ പോലും ഞാൻ സുൽത്താനാണ് എന്ന് സ്വയം പറയാത്ത ആളാണ് ആര്? നമ്മുടെ കിസിർ ഖാൻ. 1414 തൊട്ട് 1421 വരെയാണ് കിസിർ ഖാൻ സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഹെഡായിട്ട് ഇരുന്നിരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? തെറ്റിക്കരുത്. എന്താണ്? ഒരിക്കൽ പോലും സ്വന്തമായിട്ട് സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കാത്ത സയ്യിദ് ഡൈനാസ്റ്റിയുടെ റൂളറാണ് നമ്മുടെ കിസിർ ഖാൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നോക്കിക്കോളൂ, ഈ പുള്ളിയാണ് അല്ലെങ്കിൽ എന്താണ്? കിസിർ ഖാൻ ആണ് നമ്മുടെ തിമുറിൻ്റെ മോൻ്റെ കെയർ ടേക്കർ ആയിരുന്നു ആര്? കിസിർ ഖാൻ. ഈ റായത്തി അല എന്ന് പറഞ്ഞാൽ എന്താണ്? കെയർ ടേക്കർ എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. എന്താണ്? തിമുറിൻ്റെ മോൻ്റെ കെയർ ടേക്കർ ആയിരുന്നു ആര്? കിസിർ ഖാൻ. നമ്മൾ ഈ റായത്തി അല എന്ന് പറഞ്ഞാൽ കെയർ ടേക്കർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിക്കരുതേ. അപ്പോൾ കിസിർ ഖാൻ ആണ് എന്ത്? സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ മുബാറക് ഷാ. വളരെ കുറച്ച് പേരുള്ളൂ. ആലം ഷാ കൂടെ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സയ്യിദ് ഡൈനാസ്റ്റി തീരുകയാണ്. സെക്കൻഡ് വൺ ആയിരുന്നു നമ്മുടെ മുബാറക് ഷാ എന്ന് ഓർത്തിരിക്കുക. 1421 തൊട്ട് 34 വരെ ഇരിക്കുന്നത് മുബാറക് ഷായാണ്. പുള്ളിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മുബാറക്കാബാദ് എന്നുള്ള ടൗൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? മുബാറക് ഷാ ആണെന്ന് ഓർത്തിരിക്കുക. എന്താണ്? മുബാറക്കാബാദ് എന്നുള്ള ടൗൺ യമുന റിവറിൻ്റെ തീരത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? മുബാറക് ഷാ ആണ്. എന്താണ്? മുബാറക്കാബാദ് എന്നുള്ള ടൗൺ യമുന റിവറിൻ്റെ തീരത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മുബാറക് ഷാ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനിയും താരിഖി മുബാറക് ഷാഹി എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദി ആണ്. താരിഖി മുബാറക് ഷാഹി എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദിയുടെ ബുക്കാണ് എന്ത്? താരിഖി മുബാറക് ഷാഹി എന്ന് ഓർത്തിരിക്കുക. മുബാറക്കാബാദ് എന്നുള്ള സിറ്റി യമുന റിവറിൻ്റെ ബാങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ മുബാറക് ഷാ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ താരിഖി മുബാറക് ഷാഹിയുടെ പേര് ഓർത്തിരിക്കുക. അതിൻ്റെ റൈറ്റർ അല്ലെങ്കിൽ ഓതർ ആരാണ്? യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദി ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ. അപ്പോൾ എത്രയേ ഉള്ളൂ, ഇതേ ഉള്ളൂ മുബാറക് ഷായെക്കുറിച്ച് പറയാൻ. അപ്പോൾ എന്ന് പറയുമ്പം സയ്യിദ് ഡൈനാസ്റ്റിയുടെ സെക്കൻഡ് റൂളറാണ് എന്ത്? നമ്മുടെ മുബാറക് ഷാ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനിയാണ് നമ്മുടെ ആലം ഷാ. ആലം ഷാ എന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാം ഷാ ആലം എന്ന് പറയുന്നത്. ഷാ ആലം എന്ന് പറഞ്ഞാൽ ചക്രവർത്തിമാരുടെ അധിപൻ എന്നാണ് എൻ്റെ അർത്ഥം. ഷാ ആലം എന്നുള്ള അറബി അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രവർത്തിമാരുടെ അധിപൻ എന്നാണ് ഷാ ആലം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആലം ഷാ അല്ലെങ്കിൽ ഷാ ആലം. പുള്ളി എന്ന് പറയുമ്പോഴത്തേന് അലാവുദ്ദീൻ ഷാ എന്നാണ് പേര് കേട്ടോ. അലാവുദ്ദീൻ ഷാ എന്നാണ് പേര്. പുള്ളി ആലം ഷാ എന്നാണ് അറിയപ്പെടുന്നത് ഓർത്തിരിക്കുക കേട്ടോ. അലാവുദ്ദീൻ ഷാ എന്നാണ് പേര്. ആലം ഷാ എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്. ഓർത്തിരിക്കുക. സയ്യിദ് ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളറാണ് ആര്? ആലം ഷാ. ലാസ്റ്റ് റൂളറാണ് ആര്? ലാസ്റ്റ് റൂളർ ഓഫ് സയ്യിദ് ഡൈനാസ്റ്റി ആണ് ആര്? നമ്മുടെ ആലം ഷാ എന്ന് ഓർത്തിരിക്കുക. പുള്ളിയെ ബഹുലാൽ ഖാൻ ലോധിയാണ് തോൽപ്പിക്കുന്നത്. ആലം ഷായെ തോൽപ്പിക്കുന്നത് ആരാണ്? ബഹുലാൽ ഖാൻ ലോധിയാണ്. പുള്ളിയാണ് എന്ത് വരുന്നത്? പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ആര്? ബഹുലാൽ
ഖാൻ ലോധി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞുള്ള സയ്യിദ് ഡൈനാസ്റ്റിയെ കുറിച്ച്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഡിസെൻഡൻസ് എന്ന് സ്വന്തം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ആരുടെ ഒന്ന് ഓർത്തിരിക്കുക. ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഡിസെൻഡൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ്? സയ്യിദ് ഡൈനാസ്റ്റിയാണെന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ ഫൗണ്ടർ ആരാണ്? കിസിർ ഖാൻ ആണ്. ആരുടെ ഫൗണ്ടർ? സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ കിസിർ ഖാൻ ആണ്. ഈ റായത്തി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, കെയർ ടേക്കർ എന്നാണ്. ഈ കിസിർ ഖാൻ ആണ് നമ്മുടെ തിമൂറിൻ്റെ മോനെ നോക്കിക്കൊണ്ടിരുന്നത് കിസിർ ഖാൻ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ കിസിർ ഖാൻ എന്ന് പറഞ്ഞാൽ സ്വയം ഒരിക്കൽ പോലും സുൽത്താൻ ആണെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല പുള്ളി ഓർത്തിരിക്കുക കേട്ടോ. ഇനിയാണ് മുബാറക് ഷാ. മുബാറക് ഷാ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ കിസിർ ഖാൻ്റെ ഹെയർ ആയിട്ട് വന്ന ആളാണ് നമ്മുടെ മുബാറക് ഷാ എന്ന് പറയുമ്പോഴത്തേക്കിന് മുബാറക്കാബാദ് നഗരം യമുന റിവറിൻ്റെ തീരത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മുബാറക് ഷായാണ്. ഈ യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദിയുടെ ബുക്കാണ് എന്ത്? താരിഖി മുബാറക് ഷാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദിയുടെ ബുക്കാണെന്ന് ഓർത്തിരിക്കുക. ഇനിയും ആലം ഷാ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? അലാവുദ്ദീൻ ഷാ എന്നുള്ള ആളാണ് നമ്മുടെ സയ്യിദ് ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ. ആലം ഷാ അല്ലെങ്കിൽ ഷാ ആലം എന്ന് പറഞ്ഞാൽ ചക്രവർത്തിമാരുടെ അധിപൻ എന്നാണ് അതിൻ്റെ മീനിങ് നോത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ പുള്ളി എന്താണ്? സയ്യിദ് ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളറാണ് ആലം ഷാ എന്ന് ഓർത്തിരിക്കുക. പുള്ളിയെ തോൽപ്പിക്കുന്ന ആരാണ്? ബഹുലാൽ ഖാൻ ലോധിയാണ് നമ്മുടെ ആലം ഷായെ ഡിഫീറ്റ് ചെയ്തിട്ട് ഡൽഹി 1451 ക്യാപ്ചർ ചെയ്തിട്ട് നമ്മുടെ ലോധി ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സയ്യിദ് ഡൈനാസ്റ്റി. ഇനി നെക്സ്റ്റ് നോക്കി, നെക്സ്റ്റും അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിലെ ലാസ്റ്റ് ഡൈനാസ്റ്റിയാണ് എന്ത്? ലോധി ഡൈനാസ്റ്റി. 1451 തൊട്ട് 1526 വരെ ഇരിക്കുന്നത് ആരാണ്? ലോധി ഡൈനാസ്റ്റിയാണെന്ന് ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻകാരാണ് കേട്ടോ, അഫ്ഗാൻസ് ആണ് കേട്ടോ, അഫ്ഗാൻസ് അല്ലെങ്കിൽ നമ്മൾ പട്ടാൻസ് എന്ന് പറയത്തില്ലേ, പട്ടാൻസ്. അഫ്ഗാൻ കിങ്ഡത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സുൽത്താനേറ്റാണ് നമ്മുടെ ലോധി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ഫസ്റ്റ് അഫ്ഗാൻ കിങ്ഡമാണ് എന്ത്? ഇന്ത്യയിലെ ഫസ്റ്റ് അഫ്ഗാൻ കിങ്ഡമാണ് ഈ പറഞ്ഞിട്ടുള്ള ലോധി ഡൈനാസ്റ്റി. തെറ്റിക്കരുത്. മറ്റേ സയ്യിദ് എന്ന് പറഞ്ഞാൽ പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഡിസെൻഡൻസ് എന്നാണ് പറയുന്നത്. ലോധി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ വന്ന ഫസ്റ്റ് അഫ്ഗാൻ കിങ്ഡമാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് അഫ്ഗാൻ കിങ്ഡം ആയിരുന്നു എന്ത്? ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ പട്ടാൻസ് എന്ന് പറയുന്ന സംഭവം തന്നെ കേട്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് പട്ടാൻ ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ലോധിയാണ്. ഒന്ന് ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ഫസ്റ്റ് അഫ്ഗാൻ കിങ്ഡവും അല്ലെങ്കിൽ ഈ അഫ്ഗാൻ തന്നെ പട്ടാൻ എന്ന് വിളിക്കും കേട്ടോ, ഓർത്തിരിക്കുക. അതാണ് ഈ പറഞ്ഞത് പഷ്താൻ ലോധി ട്രൈബ് അല്ലെങ്കിൽ ഓർത്തിരിക്കുക, പട്ടാൻസ് നമ്മൾ വിളിക്കുന്ന സംഭവം തന്നെയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് അഫ്ഗാൻ കിങ്ഡം. അതുപോലെ ഇന്ത്യയിലെ ഫസ്റ്റ് പട്ടാൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ലോധി ഡൈനാസ്റ്റി ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ, തെറ്റിക്കരുത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് അഫ്ഗാൻ കിങ്ഡം ലോധി ഡൈനാസ്റ്റിയാണ്. അതുപോലെ തന്നെ എന്താണ്? ഫസ്റ്റ് പട്ടാൻ അല്ലെങ്കിൽ ഫസ്റ്റ് പട്ടാൻ ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ എന്നുള്ള എന്ത് തന്നെയാണ്? ലോധി ഡൈനാസ്റ്റിയാണെന്ന് ഓർത്തിരിക്കുകയായിട്ട് തെറ്റിക്കരുത്. ഈ നോക്കിക്കൊള്ളുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ബഹുലാൽ ഖാൻ ലോധി. പുള്ളിയാണ് എന്ത്? ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ആര്? ബഹുലാൽ ഖാൻ ലോധി എന്ന് ഓർത്തിരിക്കുകയായിട്ട്. എന്താണ്? ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ആര്? നമ്മുടെ ബഹുലാൽ ലോധി അല്ലെങ്കിൽ ബഹുലാൽ ലോധി ജനറൽ ചോദിക്കുക, ബഹുലാൽ ഖാൻ ലോധി അല്ലെങ്കിൽ ബഹുലാൽ ലോധി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ ചോദിക്കുകയാണ് പുള്ളിയെ നോക്കിയപ്പോൾ എന്ത്? ഫസ്റ്റ് അഫ്ഗാൻ റൂളർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ആര് തന്നെയാണ്? ഫസ്റ്റ് അഫ്ഗാൻ റൂളർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ആര് തന്നെയായിരിക്കും? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബഹുലാൽ ഖാൻ ലോധിയാണെന്ന് ഓർത്തിരിക്കണം. കാര്യം ഫസ്റ്റ് അഫ്ഗാൻ ഡൈനാസ്റ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ലോധി ഡൈനാസ്റ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് അഫ്ഗാൻ റൂളർ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ആര് തന്നെയാണ്? നമ്മുടെ ബഹുലാൽ ഖാൻ ലോധിയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ഈ സിക്കന്ദർ ഷാ ലോധിയാണ്. തെറ്റിക്കരുത്, ഈ പറയാൻ പോകുന്ന സാധനം ഈ പറഞ്ഞ നമ്മുടെ ആഗ്ര സിറ്റി ഫൗണ്ട് ചെയ്യുന്നത്, ഫൗണ്ടർ ഓഫ് ആഗ്ര സിറ്റി ആരാണ്? സിക്കന്ദർ ഷാ ലോധിയാണ്. തെറ്റിക്കരുത്. ഫൗണ്ടർ ഓഫ് ആഗ്ര സിറ്റി എന്ന് വെച്ചാൽ ആരാണ്? സിക്കന്ദർ ഷാ ലോധിയാണ്. ഫൗണ്ടർ ഓഫ് ആഗ്ര ഫോർട്ട് എന്ന് ചോദിച്ചാൽ അക്ബറാണ്. തെറ്റിക്കരുത്. ആഗ്ര ഫോർട്ട് ആണെങ്കിൽ അക്ബറാണ് കേട്ടോ. ആഗ്ര ഫോർട്ട് ആണെങ്കിൽ ആരാണ്? അക്ബറാണ്. ആഗ്ര ഫോർട്ടിൻ്റെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ അക്ബറാണെന്ന് ഓർത്തിരിക്കുക. പക്ഷേ ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ ആരാണ്? സിക്കന്ദർ ഷാ ലോധിയാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ആഗ്ര ഫോർട്ട് ആണെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ അക്ബറാണ്. ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ ആരാണ്? നമ്മുടെ സിക്കന്ദർ ഷാ ലോധിയാണെന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ആഗ്ര നഗരത്തിൻ്റെ നിർമ്മാതാവ് ആരാണ്? സിക്കന്ദർ ഷാ ലോധിയാണ്. പുള്ളിയുടെ ഒറിജിനൽ പേര് നിസാം ഖാൻ എന്നാണ്. പിന്നാണ് എന്താ വന്നിരിക്കുന്നത്? സിക്കന്ദർ ഷാ ലോധി എന്നുള്ള പേര് എടുക്കുകയാണ് ചെയ്യുന്നത്. തെറ്റിക്കരുത്. എന്താണ്? 1504 പുള്ളി ആഗ്ര സിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നത് കേട്ടോ. മറന്നു പോയത്. ആഗ്ര നഗരം പുള്ളി സ്ഥാപിക്കുന്നത് 1504 ഓർത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. 1504 ഈ പറഞ്ഞിട്ടുള്ള ആഗ്ര നഗരത്തിൻ്റെ സ്ഥാപനം. ആരാണ് ഫൗണ്ടർ ഓഫ് ആഗ്ര സിറ്റി? സിക്കന്ദർ ഷാ ലോധിയാണ്. ആഗ്ര ഫോർട്ട് ആണെങ്കിൽ ആരാണെന്ന് ഓർത്തിരിക്കുക? നമ്മുടെ
അക്ബർ ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആഗ്ര ഫോർട്ട് ആണെങ്കിൽ ആരാണ്? അക്ബർ ആണെന്ന് ഓർത്ത്. എത്രയാണ്? 1565 ആണ്. ആഗ്ര ഫോർട്ട് ആണെങ്കിൽ 1565 ആണ്. ഓഡിറ്റിംഗ്, അവിടെ നടത്തിക്കുന്ന ഓഡിറ്റിംഗ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരുന്ന ആളാണ് നമ്മുടെ സിക്കന്ദർ ഷാ ലോധിയാണ്. തെറ്റിക്കരുത്, ഓഡിറ്റിംഗ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കണ്ടോ ഓഡിറ്റ് പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി പറഞ്ഞ ഗവർണേഴ്സിൻ്റെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്കന്ദർ ഷാ ലോധിയാണ്. അപ്പോൾ ഓഡിറ്റിംഗ് വളരെ സ്ട്രിക്റ്റ് ആക്കിയ ഒരു ലോധി ഡൈനാസ്റ്റിലെ റൂളർ ആയിരുന്നു നമ്മുടെ സിക്കന്ദർ ഷാ ലോധി നോത്തിരിക്കുക. പുള്ളി അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പേർഷ്യൻ ലാംഗ്വേജ് മാത്രമേ ഗവൺമെൻറ് ഓഫീസിൽ യൂസ് ചെയ്യാവൂ എന്ന് പറഞ്ഞു. പേർഷ്യൻ ലാംഗ്വേജ് മാത്രമേ ഗവൺമെൻറ് ഓഫീസിൽ യൂസ് ചെയ്യാവൂ എന്ന് പറഞ്ഞത് ആരാണ്? സിക്കന്ദർ ഷാ ലോധിയാണ്. അതുപോലെ തന്നെ പുള്ളി കൊണ്ടുവന്ന ഒരു പുതിയ മെഷർമെൻറ്റ് സിസ്റ്റമാണ് ഗാസി ഇ സിക്കന്ദറി എന്ന് പറയുന്നത് കേട്ടോ. ഗാസി സിക്കന്ദറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാർഡ് എന്നുള്ള സംഭവത്തിന് പുള്ളി കൊണ്ടുവന്ന ഒരു മെഷർമെൻറ്റ് സിസ്റ്റമാണെന്ത്? ഗാസി സിക്കന്ദറി എന്ന് പറയുന്നത്. എന്താണ് ഗാസി സിക്കന്ദറി എന്ന് പറഞ്ഞാൽ ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ സിക്കന്ദർ ഷാ ലോധി കൊണ്ടുവന്ന സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള ഗാസി സിക്കന്ദറി എന്ന് പറഞ്ഞാൽ ഒരു യാർഡ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ് ഗാസി സിക്കന്ദറി എന്ന് പറയുമ്പോൾ. പേർഷ്യൻ ലാംഗ്വേജ് മാത്രമേ ഗവൺമെൻറ് ഓഫീസിൽ യൂസ് ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞു. അതുപോലെ തന്നെ ഗവർണേഴ്സ്, മുക്താസ് ആൻഡ് വാലേസ് എന്ന് പറയുന്ന ഗവർണേഴ്സാണ്. അപ്പോൾ അവരുടെ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് പുള്ളിയാണ്. അപ്പോൾ ആ വഴി എന്ത് ചെയ്തു? ഓഡിറ്റിംഗ് സ്ട്രിക്റ്റ് ആക്കുക, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് കുറ്റവിമുക്തമാക്കിയതാരാണ്? സിക്കന്ദർ ഷാ ലോധിയാണ് എന്ന് ഓർത്തിരിക്കുക. ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ ആര്? നമ്മുടെ സിക്കന്ദർ ഷാ. അപ്പോൾ സിക്കന്ദരാബാദ് കൊണ്ട് ഓർത്തിരിക്കുക. ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ ആണെന്ന് ചോദിച്ചാൽ ആരാണത്? അത് സിക്കന്ദർ ഷാ ലോധിയാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനിയും നമ്മുടെ ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ അല്ലെങ്കിൽ നമ്മുടെ സുൽത്താനേറ്റ് തീരാൻ പോവാണ്. ഇബ്രാഹിം ലോധിയാണ് ലോധി ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ. അല്ലെങ്കിൽ നമുക്ക് എന്തോ പറയാം, ഈ പറഞ്ഞ സുൽത്താനേറ്റിലെ ഏറ്റവും ലാസ്റ്റ് സുൽത്താൻസിലെ ലാസ്റ്റ് സുൽത്താൻ ആരാണ്? ഇബ്രാഹിം ലോധിയാണ് എന്ന് ഓർത്തിരിക്കുക. 1526 ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 21 ഏപ്രിലാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 20 ഏപ്രിൽ എന്ന് പറയാം. പക്ഷേ ഓർത്തിരിക്കുക 21 ഏപ്രിലാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. 21 ഏപ്രിലാണ്. 21 ഏപ്രിൽ എന്ന് ഓർത്തിരിക്കുക. 1526 എന്ത്? നമ്മുടെ ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് നടക്കുന്നത്. ആര് തോപ്പിക്കും? ബാബർ നമ്മുടെ ഇബ്രാഹിം ലോധിയെ ഡിഫീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാബർ ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ ഇബ്രാഹിം ലോധിയെ ഡിഫീറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ സുൽത്താനേറ്റ് എന്നൊരു സംഭവം ഇന്ത്യയിൽ തീരുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എന്തോ ചെയ്യുന്നത്? ഈ ബാബറാണ് മുഗൾ എന്നുള്ളൊരു സംഭവം ഇൻവെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മുഗൾ വംശത്തിൻ്റെ സ്ഥാപകനാണ് ആര്? ബാബർ. ഇബ്രാഹിം ലോധിയെ 21 ഏപ്രിൽ 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടാണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ ആര്? ഇബ്രാഹിം ലോധിയെ ബാബർ തോൽപ്പിക്കുകയും അങ്ങനെ പുള്ളി എന്തോ ചെയ്യുന്നുണ്ട്? അങ്ങനെയാണ് നമ്മുടെ ലോധി ഡൈനാസ്റ്റി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബാബർ മുഗൾ രാജവംശം സ്ഥാപിക്കുന്നത്. ഈ ബാബറിനെ ഈ പറഞ്ഞ ദൗലത് ഖാൻ വിളിച്ചു വരുത്തുക ചെയ്യുന്നത്. ദൗലത് ഖാൻ ലോധിയും ആലം ഖാൻ ലോധിയും കൂടെ നമ്മുടെ ബാബറിനെ വിളിച്ചു വരുത്തി ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നതാണ്. ഈ ദൗലത് ഖാൻ ലോധി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ലോധിയുടെ ബ്രദറായിരുന്നു. ഇബ്രാഹിം ലോധിയുടെ ബ്രദറാണ് ദൗലത് ഖാൻ ലോധി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും, ഈ ദൗലത് ഖാൻ ലോധിക്കും ആലം ഖാൻ ലോധിക്കും ഇബ്രാഹിം ലോധിയുടെ ഭരണത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവർ ബാബറിനെ വിളിച്ചു വരുത്തുന്നത്. ബാബർ വന്ന് ഇബ്രാഹിം ലോധിയെ ഡിഫീറ്റ് ചെയ്യും ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ 21 ഏപ്രിൽ 1526 ഓർത്തിരിക്കുക. ഇതോടെ നമ്മുടെ സുൽത്താനേറ്റ് എന്നൊരു സെക്ഷൻ എൻഡ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ ഡൽഹി സുൽത്താൻ എന്നൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ. നമുക്കറിയാം ഇതിൻ്റെ നമ്മൾ ഈ പറഞ്ഞിട്ട് ഇപ്പോൾ ഡിഗ്രി മെയിൻസിൻ്റെ സിലബസിനകത്ത് മീഡിയവിൽ ഉണ്ടെന്നൊരു സെക്ഷനിൽ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിലിംസിനകത്ത് മാത്രമേ ഉള്ളൂ ഈ സംഭവം. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ അതെന്തായാലും ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ പഠിച്ചിട്ട് പോകുക. കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ നിന്നൊക്കെ ക്വസ്റ്റൻ ചോദിച്ചതാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് പോകട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി ഒറ്റ സംഭവങ്ങളുള്ള അതുകൊണ്ട് നമുക്ക് തീർക്കാം. നോക്കി, ഈ ദിവാനി വിസാരത്ത് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദിവാനി വിസാരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിനകത്ത് അറിയേണ്ട ആ പേരുകൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡൽഹി സുൽത്താനേറ്റ്സിൻ്റെ കേസിലുണ്ടായിരുന്ന ഇതൊക്കെയാണ്. ദിവാനി വിസാർ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദിവാനി മുസ്തഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റവന്യൂ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടാക്സ് ഒക്കെ പിരിക്കുന്ന ഒരാളായിരുന്ന ദിവാനി മുസ്തഖാത്ത്. ഓർത്തിരിക്കുക, ദിവാനി വിസാർ എന്ന് പറഞ്ഞാൽ ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർത്തിരിക്കുക. ദിവാനി മുസ്തഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ കളക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ദിവാനി മുസ്തഖാത്ത് എന്ന് പറഞ്ഞാൽ. എല്ലാം പഠിക്കണം. ദിവാനി ഏരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. എന്താണ്? ദിവാനി. അപ്പോൾ ഓർത്തിരിക്കുക, ദിവാനി വിസ്രത്ത് ആണെങ്കിൽ എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദിവാനി മുസ്തഖാത്ത് ആണെങ്കിൽ റവന്യൂ കളക്ട് ചെയ്യുന്ന ആളാണ്. ദിവാനി ഏരിയസ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. എല്ലാം പഠിക്കണം. ദിവാനി അത് ഉത്തരം ഓർത്തിരിക്കുക. ഇനി ദിവാനി ബന്ധകൻ. ദിവാനി ബന്ധകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലേവ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ദിവാനി ബന്ധകൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്ലേവ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ പറഞ്ഞാണ്. ദിവാനി അമീരി കോഹി വേണ്ട, ദിവാനി കോഹി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആണ്, നമ്മൾ പറഞ്ഞാണ്. ഇനി എന്താണ്? ദിവാനി റിസാലത്ത് എന്ന് പറഞ്ഞാൽ റിലീജിയസ് അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. അത്ര ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പേരെങ്കിലും ഓർത്തിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കി. ദിവാനി വിസാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിവാനി മുസ്തഖ എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ കളക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ദിവാനി മുസ്തഖ എന്ന് പറയുമ്പോൾ. ദിവാനി ഏരിയസ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിവാനി റിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലീജിയസ് അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ദിവാനി ബന്ധകൻ എന്ന് പറഞ്ഞാൽ സ്ലേവ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ദിവാനി കോഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആണെന്ന് ഓർത്തിരിക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളൊരു സെക്ഷൻ. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. നമുക്ക് അടുത്തൊരു സെക്ഷനിൽ എന്താ, നമ്മൾ ഓൾമോസ്റ്റ് ഇത് ഫിനിഷ് ചെയ്തതാണ് കേട്ടോ. നിങ്ങളെന്ന് പറയും ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് തൊട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത കുറേ സബ്ജക്ട്സ് ഉണ്ട്, അതിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാം. കാര്യം നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഇപ്പം ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു സമയത്ത്, ഏപ്രിലോടെ നമുക്ക് എക്സാം കാണുമല്ലോ, പ്രിലിംസ്. അപ്പം നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.